കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു സീനിയർ അംഗം കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത് സൗഹൃദ സന്ദർശനമായിക്കോട്ടെ കേരള ഹൗസിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് അത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് സംഭവിക്കുക എന്ന് പറയുന്നത് അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടന്നു എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. അതിപ്പോൾ KV തോമസ് മാത്രം മുൻകൈയെടുത്താൽ നടക്കുന്ന ഒന്നല്ല. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി ക്യാബിനറ്റ് റാങ്കോടെ നിയമിച്ചിരിക്കുന്നത് KV തോമസിനെയാണ്. അതിനു മുൻപ് A സമ്പത്ത് ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇങ്ങനെ പോസിറ്റീവായ ഒരു കൂടിക്കാഴ്ച സംഭവിച്ചില്ല. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വിമാനത്തിൽ നിന്ന് സംസാരിച്ച നമ്മുടെ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ്. ഉണ്ണിസാർ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പൂർണ്ണമായും ഒരു RSSകാരനാണ്. അതിൻ്റെതായ ബുദ്ധി അദ്ദേഹം കാണിക്കുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധി തന്നെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്കും ഈ ചർച്ചകൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് എന്നതും വ്യക്തമാണ്. എന്തായാലും ഈ വേമ്പനാട്ട് സ്യൂട്ടിലേക്ക് പിണറായി വിജയൻ താമസിക്കുന്ന കേരള കൊച്ചിൻ ഹൗസിലെ വേമ്പനാട്ട് സ്യൂട്ടിലേക്കാണ് എത്തുന്നത്. അവിടേക്കാണ് നിർമ്മല സീതാരാമൻ വരുന്നത്. അല്ലാതെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഒരുക്കി അവിടേക്ക് മുഖ്യമന്ത്രി എത്തുകയും അവിടേക്ക് കേന്ദ്രമന്ത്രി എത്തുകയും എന്നിട്ടൊരു കൂടിക്കാഴ്ച നടത്തുകയുമല്ല. മുഖ്യമന്ത്രി താമസിച്ചത് വേമ്പനാട് സ്യൂട്ടിലാണ്. അവിടേക്ക് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വരികയായിരുന്നു. എന്നിട്ടായിരുന്നു കൂടിക്കാഴ്ച. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ എന്താണ് സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞത് ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ ആയിരുന്നു എന്നാണ്. അപ്പോൾ ആ ഫ്രൂട്ട്ഫുൾ ഡിസ്കഷന്റെ കണ്ടന്റ് എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് ഇങ്ങോട്ട് നടന്നിട്ടുള്ള ചർച്ചകളായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഒരു വാർത്താ സമ്മേളനം വിളിച്ചോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നോ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും അത് നല്ല ബന്ധമാണ്, ഞങ്ങൾക്കിടയിൽ നല്ല ബന്ധമാണ് എന്നാണ് ഗവർണർ പറഞ്ഞത്.